ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇതാ വീട്ടിൽ നിന്ന് അമ്മയും ചേട്ടനും കുട്ടികളൊക്കെ മലക്കുവാണ്ടോ. അപ്പോൾ ഇന്ന് രാത്രിയാണ് കിട്ടുന്നത്. അപ്പോൾ അത് വീട്ടിൽ വിളക്കൊക്കെ വെച്ചിട്ട് അമ്പലത്തിലോട്ട് പോകാൻ ഇറങ്ങുവാണ്ട്. അപ്പോൾ ഇതാ ശരണമൊക്കെ വിളിച്ചിട്ട് ഇറങ്ങി ഇതാ അമ്പലത്തിലെത്തിയേട്ടാ. അപ്പോഴത്തേക്ക് ഇട്ടടക്കാനുള്ള സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ദീപാരാധന അമ്പലത്തിലെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് കെട്ട് നിറച്ചു തുടങ്ങൂട്ടാ. അപ്പോൾ അതേ അച്ഛനും അമ്മയും നീതുമൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ അതേ ഭജനയൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ അതേ ദീപാരാധനയൊക്കെ നടക്കുന്ന അമ്പലത്തിൽ. അപ്പോൾ കെട്ടുന്നറ തുടങ്ങിയിട്ട് ദീപാരാധന കഴിഞ്ഞു. നമ്മുടെ ആമിക്കൂട്ടിയുടെ കെട്ടുന്നറയുണ്ട് ആദ്യം. അങ്ങനെ ആമി ഇതായി കെട്ടൊക്കെ നിറച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആമിയുടെ കെട്ടുന്നറ കഴിഞ്ഞിട്ട് പിന്നെ എടുത്തത് കുഞ്ഞാറ്റ ഇരുന്നിട്ട് അങ്ങനെ കുഞ്ഞാറ്റയും നിറച്ചു. പിന്നെ നമ്മുടെ മീനുക്കുട്ടി, പിന്നെ നമ്മുടെ ഉണ്ണിക്കുട്ടൻ, അങ്ങനെ എല്ലാവരുടെയും കെട്ട് നിറയൊക്കെ അതാ തുടങ്ങി. അപ്പോൾ കെട്ട് നിറച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അതേ അമ്മ ഇരുന്നു. അപ്പോൾ അമ്മ രണ്ടാമത്തെ പ്രാവശ്യമുണ്ട് ഇപ്പോൾ പോകുന്നത്. പിന്നെ ചേട്ടൻ്റെ കെട്ടുനിറയിരുന്നു. അങ്ങനെ ചേട്ടൻ്റെ കെട്ടൊക്കെ നിറച്ചു. അങ്ങനെ കെട്ടുനിറയൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് നാളെ രാവിലെ ഉണ്ട് അവർ അമ്പലത്തിൽ നിന്ന് പോകുന്നത്. അപ്പോൾ അതേ കുട്ടികൾ അപ്പോൾ അമ്പലത്തിൽ ഓടിക്കളിക്കണേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങളിപ്പോൾ വീട്ടിലേക്ക് പോകട്ടോ. അപ്പോൾ അത് ഇവിടെ അമ്പലത്തിൽ ചേച്ചിമാരത് ക്ലീനിങ് ഒക്കെ ചെയ്യേണ്ടട്ടോ. അങ്ങനത്തെ അപ്പോൾ ഇവിടെ അമ്പലമ്മ ഹോളിൽ തന്നെയാണ് ഇവിടെ അയ്യപ്പന്മാർ കിടക്കുന്നത്. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആദ്യം തന്നെ കുട്ടികൾക്കൊക്കെ കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോകണം. രാവിലെ വരും. അപ്പം എന്നാൽ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയി. വെളുപ്പിനെ വീണ്ടും ഞങ്ങൾ അമ്പലത്തിലെത്തിയിട്ടാ. അങ്ങനെ ഇവരൊക്കെ കുളിച്ച് റെഡിയായിട്ടിരിക്കണായിരുന്നു. നമ്മുടെ അയ്യപ്പന്മാരെല്ലാവരും പോകാൻ റെഡിയായിട്ടിരിക്കണേണ്. പിന്നെ എന്താ തേങ്ങ കൊടുച്ചേണ്ടി ഇപ്പോൾ ഇറങ്ങോട്ടെ. അപ്പോൾ ഇവിടെ നിന്ന് 5 രൂപ ബസ് ഉണ്ട് കേട്ടോ, സാധാരണ ലൈൻ ബസ്. അതിൽ 2 രൂപ പോകണത്. അവിടെ നിന്ന് നമ്മൾ എറണാകുളം KSRTC സ്റ്റാൻഡിൽ പോയിട്ട് അവിടെ നിന്ന് വേറെ ബസ്സിൽ അങ്ങനെ ഉണ്ടോ പോണത്. അപ്പോൾ അതേ ഞങ്ങളപ്പോൾ എല്ലാവരും ഇതേ റെഡിയായി. അവർ പാരതിയൊക്കെ അത് തൊഴുവാനിട്ട തൊഴുത അവരിറങ്ങിയിട്ട. ഇനിയിപ്പോൾ തേങ്ങ കൊടുത്തിട്ട് നേരെ ബസ്സിനങ്ങ് പോയിട്ടാ. അപ്പോൾ അത് വലമ്പക്ക് പോകട്ടെ. അമ്പലത്തിൽ വലമ്പച്ചൊക്കെ വന്ന് തേങ്ങ ഉടയ്ക്കൊക്കെയാണ്. തേങ്ങ ഉടച്ച് കഴിയുമ്പോഴത്തേക്കും ഇറങ്ങും. അപ്പോൾ ഈ പ്രാവശ്യം കന്നിക്കാരും ഇല്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം അമ്മ കന്നിസ്വാമി ആയിരുന്നു കേട്ടോ. അമ്മ അപ്പോൾ ഈ പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യമാണ് പോണത്. അങ്ങനെ നമ്മുടെ ചേട്ടനൊക്കെ തേങ്ങ കുടിച്ച് കഴിഞ്ഞ് എല്ലാവരും തേങ്ങ ഉടയ്ക്കലാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇതാ തൊഴുത് അയ്യപ്പന്മാർ ഇതാ ഇറങ്ങിയിട്ടാ. ഇവിടെ നിന്ന് 5 രൂപയാണ് ഫസ്റ്റ് ബസ്. അപ്പോൾ അതിൽ കയറി അവർ നേരെ ഹൈക്കോർട്ടിൽ പോയി അവിടെ നിന്ന് സൗത്തിലേക്ക് പോകട്ടെ, ബസ് സ്റ്റാൻഡിലേക്ക്. അപ്പോൾ നമ്മുടെ അയ്യപ്പന്മാർ പോയിട്ടൊക്കെ വരട്ടെ അല്ലേ. അപ്പോൾ ഞങ്ങൾ ഇതുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോകട്ടെ. അവർ ബസ് കയറിക്കഴിഞ്ഞിട്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. ഓക്കെ.